ഗായ്സ്, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് അടുത്തൊരു വ്ലോഗ് ഇടുന്നത്. ഇതൊരു സൺഡേ നമ്മൾ വാഗമൺ ട്രിപ്പ് പോയതാണ് ഫാമിലി ആയിട്ട്. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6 o'clock ആയപ്പോൾ ഇറങ്ങി, എന്നിട്ടൊരു 9 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വാഗമൺ എത്തി. അപ്പം വാഗമണിലോട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമായിരുന്നു. പോണ വഴിക്ക് കഴിക്കാൻ നോക്കിയിട്ട് അത്യാവശ്യം ഹോട്ടൽസ് ഒന്നും കണ്ടില്ല. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോണ വഴി കഴിക്കാൻ വിചാരിച്ചിട്ട് ആ വ്യൂസ് ഒക്കെ നോക്കുമായിരുന്നു. ഒരു 9 മണിയാണെങ്കിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെയിലും ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഒരു റെയിനി ക്ലൈമറ്റും കൂടി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻ്റ് ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ഞങ്ങൾ മാപ്പിൽ നോക്കി തന്നെ കണ്ടുപിടിച്ചതാണ് അനോക്കി റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞിട്ട്. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വാഗമണിൽ പോകുന്നതിന് തലേ ദിവസം ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നോക്കിയപ്പം നമുക്ക് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് കണ്ടതായിരുന്നു അനോക്കി റെസ്റ്റോറൻറ്റ്. അത് കാരണമാണ് നമ്മൾ അങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇത് അവിടെ നോക്കുമ്പോൾ ഒരു മലയൊക്കെ കാണാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ നമ്മൾ അനോക്കി റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ അവിടെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരുന്നു. സോ നമുക്ക് എന്താ പറയുക, നല്ല വൃത്തിയായിട്ടുള്ളതാകുമ്പോൾ നമുക്കൊരു ഭയങ്കര കംഫർട്ടായിരിക്കും. സോ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കൈയൊക്കെ വാഷ് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇരുന്നു. സോ ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത് മുട്ടക്കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് കുറച്ച് സെൽഫീസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം ഓർഡർ ചെയ്തു, മുട്ടക്കറി ഓർഡർ ചെയ്തു, പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ ചിക്കൻ കറി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ വീണ്ടും ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നന്നായി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാൻ തന്നെ ഇറങ്ങാൻ നോക്കിയപ്പം കാറൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ മുമ്പിൽ, അതായത് കുറച്ച് ഇറങ്ങി അങ്ങോട്ട് പോകണം. സോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നല്ല കോടയൊക്കെ. സോ അവിടെ ആ ഒരു കോട ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും താഴത്തോട്ട് ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റ് വന്നാലും തൊപ്പി തന്നെ പറന്ന് പോകാൻ പോണ പോലെ ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തൊപ്പിയൊക്കെ മാറ്റിയിട്ട് അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിയൊക്കെ പറക്കണം കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തോരം കാറ്റുണ്ടായിരുന്നു എന്ന്. ആ നോക്കുമ്പോൾ അവിടെ ഒരു ലേക്ക് ഉണ്ടല്ലേ. ഇത് ശരിക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ലേക്ക് കണ്ടത് അല്ലേ നീൻ ചേച്ചി? രസമുണ്ട്. ഇത് കോടാണ്. നമ്മൾ ലൈഫിൽ എത്ര ബിസി ആണെങ്കിലും ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്ന, ഒത്തൊരുമിച്ച് പോകുമ്പോൾ ഉള്ള ഈ നിമിഷങ്ങൾ നമ്മൾ പിന്നീട് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പോയി വന്നിട്ടൊരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതെനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ശരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മളുടെ രാജ്യത്ത് എന്താ, ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ മഞ്ഞുണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മരങ്ങളുള്ള സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ വളരെ ട്രാഫിക് ആയിട്ടുള്ള നമ്മുടെ എറണാകുളം പോലത്തെ സ്ഥലം, അതുപോലെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള മഞ്ഞുള്ള നമ്മളുടെ വാഗമൺ, അതുപോലെ പല പല സ്ഥലങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമാണ്. സോ അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടേച്ച് ഇപ്പോൾ നൈസായിട്ട് ഡ്രസ്സൊന്ന് മാറ്റി, കാര്യം അതാകുമ്പോൾ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അപ്പം ഫസ്റ്റ് പോണത് അഡ്വഞ്ചർ പാർക്കാണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പോണത് അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ. അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. മലയല്ല ഇത്, ദേവികയൊക്കെ ഉറക്കമായി, ദേവികയൊക്കെ പടയപ്പ ആയോ. നീരു ചേച്ചി ഹായ് കൊടുത്തേക്ക്. അമ്മ ഹായ്. സോ നമുക്ക് പോവാം. പിന്നെ പറയാനുള്ള മെയിൻ സംഭവം വെച്ചാൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങളുടെ ഓൾട്ടോയിലാണ്. ആക്ച്വലി ഇത് 2013 വാങ്ങിച്ചതാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് ഓൾട്ടോ. എന്നാലും നല്ല കണ്ടീഷനിലും നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു ഫ്രണ്ട് പോലെയുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഓൾട്ടോ. ആൻഡ് അതിനോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റും നമുക്കുണ്ട്. അതുപോലെ തന്നെ പിന്നെ കസിൻസ് അവരവരുടെ കാറിനായിരുന്നു നമ്മൾ പോയത്. ഇവിടെ ജീപ്പൊക്കെ ഉണ്ടല്ലേ, രസമുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം ഒരു കൂൾ ക്ലൈമറ്റ് ഉണ്ട്, എന്നാൽ ഭയങ്കര തണുപ്പില്ല, വെയിലുണ്ട്. ഇത് നോക്കി, ഇതാണ് ഏറ്റവും കോമഡി. ഇത് നോക്കി, എന്താ ഉദ്ദേശി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവർ ഗാർഡൻ. നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ഉള്ളത്. ആക്ച്വലി ഊട്ടി പോലെയൊക്കെ ഉണ്ടല്ലേ, ചെറുതായിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാറ്റ് മ്യൂട്ട് ചെയ്തിട്ടില്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര കാറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര കാറ്റുണ്ട്. കുറച്ചൊക്കെ നല്ല കാറ്റ് വന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു പോകണേ. എന്നുവെച്ചാൽ ഫ്രെയിമാണ്, രാത്രിയാകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇവിടെ കുറെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഫൗണ്ടൻ ഡാൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. കോട ഫുൾ വൈറ്റ് ആണ് ഇവിടെ, ഫുൾ കോട
ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്തത് പൈൻ വാലിയിലോട്ടും കൂടി പോയിട്ട് നമ്മൾ എങ്ങോട്ടാ പോണേ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്. ഇപ്പം മണി ഒരു 12:30. ഇത് ഈ ഫ്ലവേഴ്സൊക്കെ നല്ല രസമുണ്ടല്ലേ. പോയിട്ട് അപ്പം നമ്മൾ ഇനി പോകാൻ പോണത് പൈൻ വാലിയിലോട്ടാണ്. എൻ്റെ ഫോണിലൊരു 43% ചാർജ്. അപ്പോൾ ഒന്ന് കുത്തിയിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി പൈൻ വാലിയിൽ എത്തിയിട്ട് കാണാം. പൈൻ വാലിയുടെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോഴേ ഒരു കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത വീഴാൻ പോണല്ലോ എല്ലാരും. ഞാൻ പിന്നെയും മങ്കീനെ പോലെ ഓരോ സ്ഥലത്തിരിക്കും. അതെ, അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. എല്ലാ മരങ്ങളുടെയും ഇതിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും.
അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം എൻ്റെ നീനു ചേച്ചിയുടെ കുട്ടിയുണ്ട് അല്ലൂസ്, അവന് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തേ. ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് വലുതായിട്ട് ഊതാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് ഭയങ്കര വലിയ ബബിൾസ് ആവുമായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പം അത് കുറച്ച് നേരമൊക്കെ ഊതിക്കൊണ്ടൊക്കെ ഇരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 ഒക്കെ ആയിക്കണം. ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ആ അനോക്കി റെസ്റ്റോറൻറ്റില്ലേ ആദ്യം പോയാൽ അങ്ങോട്ട് തന്നെയാട്ടോ പോയത്. അതാണ് അവിടെ ഉള്ളതിലൊരു നല്ല റെസ്റ്റോറൻ്റായി കണ്ടത്. നമ്മൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം വാഗമൺ മെഡോസിലോട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് കുറച്ച് പ്ലാൻസ് എല്ലാം ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതെൻ്റെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ എൻട്രി ഫീസ് ഉണ്ട് അവിടെ. സോ ടിക്കറ്റൊക്കെ എടുത്തു. സാധാരണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും, അത് എത്ര സൂപ്പർ സ്ഥലത്ത് പോയാലും. പക്ഷേ ഇതെന്തോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഞാൻ പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ നടക്കുവാണ് അങ്ങോട്ട്. ടൈം ഒരു 5:30 ആയി. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു, അതും അവസാനിച്ചു. എനിവേസ് അതിൻ്റെ മെമ്മറീസൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. സോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോണു. എന്നിട്ട് വീട്ടിൽ പോണ വഴിക്ക് ഇത് വലിയ വലിയ മലകളാണല്ലോ ഉള്ളത്. ഈ കരിങ്കല്ലിൻ്റെ മലകൾ കട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ ആ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ മലയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു എന്താ ഓറോ അങ്ങനെ എന്തോ നമ്മൾ പറയില്ലേ, അതിൻ്റെ വെള്ളമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ എന്നാൽ പിന്നെ അതിലൊന്ന് കാലൊക്കെ മുക്കി. ഓൾറെഡി തണുപ്പായതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ജസ്റ്റ് വെറുതെ നടക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് മാറി, എനിക്കും ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ഷോപ്പിലോട്ട് നടക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. നീതു ചേച്ചി ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ കരിക്കിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഐസ്ക്രീമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ മലയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നീനു ചേച്ചീൻ്റെ കുട്ടി ഉണ്ടായിരുന്നേ, ഇവന് ഐസ്ക്രീം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. കാര്യം തൊണ്ടവേദനയൊക്കെ ഉള്ളത് കാരണം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമായിട്ട് അങ്ങോട്ട് പോയി ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ കാറിയിരുന്ന് കണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ കോൺ അവന് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ആ വെള്ളത്തിൽ കളിച്ചു. അത് നല്ല രസമുണ്ടായി. നല്ല തണുത്ത ക്ലിയർ വാട്ടറായിരുന്നു. അങ്ങനെ 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 അതൊക്കെ ആസ്വദിച്ചു. നല്ല തെളിഞ്ഞ വെള്ളം, പ്യുവർ വാട്ടർ. സോ ലെറ്റ്സ് സേ ബൈ ടു ആൻ അമേസിങ് ട്രിപ്പ്. ആൻഡ് ഇനിയും നമുക്ക് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം ഇതുപോലത്തെ ട്രിപ്സ് എല്ലാം എൻജോയ് ചെയ്യാം. നിങ്ങളും എൻജോയ് ചെയ്യൂ. ഇതൊക്കെയാണ് നമ്മളുടെ ലൈഫിലുള്ള ആകെയുള്ള അസറ്റ്സ് എന്ന് വെച്ചാൽ. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സോ എനിക്ക് മനസ്സിൽ ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് വന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. സോ ആ വീഡിയോസാണ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. ആൻഡ് എനിവേസ് ഇനിയും നമുക്കിതുപോലെ അടിപ്പൻ ട്രിപ്സൊക്കെ പോവാം. സോ ടിൽ ദെൻ ബൈ.